നമസ്കാരം, മല്ലസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ കാറിലിരിക്കുന്നതാണെന്ന് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇന്നിപ്പോൾ എങ്ങോട്ടാണ്? ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ 2 ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് വാഗമണിലേക്കാണ്. ഒരു ചെറിയൊരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പ്. അപ്പോൾ നമുക്ക് പോയി വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വരാം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഡ്രോപ്പിൻ ചെയ്തേക്കുവാണ്. ജസ്റ്റ് ഒരു പോകുന്ന വഴി തന്നെ ഒരു വെള്ളച്ചാട്ടം കണ്ടു, അങ്ങനെ നിർത്തിയതാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ, ജിൻസിയും ജോയും. ജിൻസിക്കൊരു ചാനലുണ്ട് കേട്ടോ. വാട്ടർഫോൾസിലാണ്. അപ്പോൾ നമ്മൾ വാഗമണിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിൽ അത്യാവശ്യം ചെറിയ രീതിയിലും മൂടൽമഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ടീ എസ്റ്റേറ്റിൻ്റെ സൈഡിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോലെ കോട വന്നിട്ടുണ്ട്. 5 മണി ടൈം ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൻ്റെ ആയിട്ടുള്ള തണുപ്പും ഒരു കോടയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എന്ത് ഭംഗിയാന്ന് നോക്കൂ. തേയിലത്തോട്ടത്തിൻ്റെ അപ്പർ സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആക്ച്വലി നമ്മൾ ചൂടൊക്കെ ഉള്ള സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കോട വന്നേക്കുന്ന കാരണം അപ്പുറത്തെ സൈഡിലേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു ചെറിയ മഴയോട് കൂടിയിട്ടുള്ള ഒരു ട്രാവലാണ് നമുക്കിപ്പോൾ കാണുന്നത്. മഴയും അതിൻ്റെ കൂടെ കോടയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു രസമാണ്. ആക്ച്വലി വാഗമണിൽ നോർമലി ഈ ഒരു ക്ലൈമറ്റാണ് ഉണ്ടാവാറെന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും പറഞ്ഞു കേട്ടത്. വൈകുന്നേര സമയത്ത് എപ്പോഴും ഒരു പൊടിമഴ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഈ ഡ്രൈവ് നല്ലപോലെ ഒന്ന് എൻജോയ് ചെയ്ത് പോവാം കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഡ്രോപ്പിൻ ചെയ്തതാണ്. എന്ത് ഭംഗിയാന്ന് നോക്കൂ ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഞങ്ങളപ്പോൾ ചെറിയ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. കോട്ടേജിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ സെറ്റിൽ ആയി തുടങ്ങി. താഴത്തെ ഫ്ലോറിൽ നമുക്ക് ജസ്റ്റ് ഒരു ലിവിംഗ് റൂമും ഒരു ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ചെറിയൊരു കിച്ചൺ ഏരിയയും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഉണ്ട്. അപ്പൊ നമുക്ക് മോളിൽ പോയിട്ട് ബെഡ്റൂം ഫെസിലിറ്റികൾ ഒന്ന് കണ്ടുവരാം. അപ്പൊ നമ്മുടെ ബെഡ്റൂമിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഫാൻ ഉണ്ട്. AC ഫെസിലിറ്റി ഒന്നും ഇല്ല ഇവിടെ. AC-യുടെ ആവശ്യമില്ലല്ലോ. അതിമനോഹരമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി. നല്ല വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. നല്ല രസമുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കുക. നല്ല തണുപ്പൊക്കെ ഉണ്ട്. 10-15 ഡിഗ്രി സെൽഷ്യസ് എന്തായാലും ഉണ്ടാവും. ആ ഒരു തണുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് കോട്ടൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കുറേ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് ബാൽക്കണിയിൽ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. നിങ്ങളും ഒന്ന് കണ്ടുവരും. ഞങ്ങൾ ജസ്റ്റ് രാവിലെ ഒരു വോക്കിന് പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ജിൻസിയുടെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ ആണ് ആക്ച്വലി. നോക്കൂ, ബാൽക്കണിയിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ആണ് ആക്ച്വലി നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ മെഡോസിലെത്തിയിരിക്കുവാണ്.
മുട്ടക്കുന്നുകൾ, വാഗമണിൻ്റെ ഭംഗി, അതാണ് മുട്ടക്കുന്ന്. അഡൾട്ടിന് 10 രൂപയാണ് നമ്മൾ ടോക്കൺ. നമ്മൾ ആദ്യം തന്നെ തെർമൽ സ്കാനിങ് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറുക. അപ്പോൾ ഞാനും തെർമൽ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മളതുപോലെ മാസ്ക് നിർബന്ധമാണ് എൻട്രി ടൈമിൽ. അങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഫുൾ ആക്ച്വലി വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം മുട്ടക്കുന്നുകളാണ്, മെഡോസാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പം വാഗമൺ സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുമ്പം മനസ്സിലാവും ഓരോ മുട്ടക്കുന്നിലും ഓരോ ബിൽഡിങ്ങുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്യൂച്ചറിൽ നമ്മുടെ വാഗമണിൻ്റെ ബ്യൂട്ടിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും എന്നാണ് നമുക്ക് തോന്നുന്നത്. പല മുട്ടക്കുന്നുകളിലും തേയിലത്തോട്ടങ്ങളിലും നടുക്കൊക്കെ ഇപ്പോൾ ബിൽഡിങ്ങുകൾ പൊങ്ങി തുടങ്ങി. അത് നമ്മുടെ ആ പ്രകൃതിയുടെ ഒരു ഭംഗിയെ നശിപ്പിക്കുമെന്നൊരു തോന്നൽ. ഇവിടെ നമുക്ക് കുറേ അകത്തേക്ക് നടക്കാനുണ്ട് കേട്ടോ. നടന്ന് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അകത്തൊരു കുളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് നടന്നു പോവാം. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിലൂടെ ഇത്ര മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഫ്യൂച്ചറിൽ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നോക്കൂ, എത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നതെന്ന്. അതിഭംഗികരമായ ചെറിയ പുഷ്പങ്ങളും അതോടൊപ്പം ചെറിയ തണുപ്പും അതിൻ്റെ കൂടെ ചെറിയ ചെറിയ മരങ്ങളിടയ്ക്ക് നിൽക്കുന്നതും ആ മുട്ടക്കുന്നിലെ ഭംഗി വളരെയധികം കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില സമയത്ത് കാർമേഘങ്ങൾ നമ്മളിങ്ങനെ മലയുടെ ഒപ്പം തന്നെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ ഒരു ഭംഗി അത് ഇവിടെ വന്ന് തന്നെ ആസ്വദിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ മുട്ടക്കുന്നിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കുളമാണ്. അത് നമുക്ക് അവിടേക്കൊക്കെ ഇറങ്ങി പോവാം. അതുപോലെ തന്നെ ഈ മുട്ടക്കുന്നുകളിലാണെങ്കിലും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നടന്നു പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നടന്നു പോവാം. പക്ഷേ നമ്മൾ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് കയറി വന്നപ്പം വെള്ളമൊന്നും കൈ കരുതിയിട്ടുമില്ല. അത് കാരണം ഞങ്ങൾ ഒരുപാട് നടന്നില്ല. ഒരുപാട് ആൾക്കാർ പല പല കുന്നുകളിലായിട്ട് നടന്നു പോകുന്നതും കാണാനുണ്ട്. അങ്ങനെ നമ്മൾ പൈൻ വുഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. വാഗമണിൻ്റെ മറ്റൊരു മനോഹാരിതയാണ് ഈ പൈൻ വുഡ്സ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് 20 ഇയേഴ്സിൽ നമ്മൾ പൈൻ വുഡ്സ് കട്ട് ചെയ്യാറുണ്ട്. ഇന്ത്യൻ കറൻസിക്ക് വേണ്ടിയിട്ടാണ് പൈൻ വുഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 10-20 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന വലിയ മരങ്ങളൊന്നും കണ്ടു എന്ന് വരില്ല. അതിൻ്റെ ഇടയ്ക്കുന്നായിരിക്കും അവർ കട്ട് ചെയ്ത ശേഷം മറ്റു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നോർമലി പൈൻ വുഡ്സ് യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് ഒരുപാട് ഏക്കർ കണക്കിന് നമ്മൾ ഇവിടെ പൈൻ വുഡ്സ് നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് കണ്ടുവരാം. ഒറ്റത്തടിയിൽ അതിമനോഹരമായ രീതിയിലാണ് ആക്ച്വലി ഈ പൈൻ വുഡ്സ് വരുന്നത്. നോർമലി നമ്മൾ മരങ്ങളൊക്കെ കാണുമ്പോൾ അതിന് ഒരുപാട് ചില്ലകളും ശിഖരങ്ങളും ഒക്കെ കാണാം. പക്ഷേ പൈൻ വുഡ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾ തെങ്ങൊക്കെ കാണുന്ന പോലെ തന്നെ ഒറ്റത്തടിയിൽ കാണുന്ന ഈ മനോഹാരിത. അങ്ങനെ നമ്മൾ പൈൻ വുഡ്സിൽ നിന്ന് തിരിച്ചു കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മളിവിടെ കണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ടീ എസ്റ്റേറ്റിൽ കൂടെയാണ്. അതിമനോഹരമായ വാഗമണിൻ്റെ കാഴ്ച നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വാഗമണൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഒരു ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു. ജസ്റ്റ് ഒരു പൈൻ വുഡ്സും നമ്മൾ പിന്നെ മെഡോസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. പോകുന്ന വഴിയും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതിപ്പോൾ ടീ എസ്റ്റേറ്റ് ആണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മല്ലൂസ് കഫേയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.